സിജു ചേട്ടൻ ഡോസിന് വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് ഓൾറെഡി അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം വെരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് സിജു ചേട്ടൻ്റെ പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ആ ക്യാരക്ടറിലോട്ടൊക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ്. ഞാൻ കൂടുതൽ അഭിലാഷമായിട്ടാണ് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നേരത്തെ തൊട്ട് അഭിലാഷിനെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടറും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക എന്നൊക്കെ ഉള്ളായിരുന്നു. അതിൻ്റെ ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ഡോക്ടർ പ്രകാശിൻ്റെ പാസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും എല്ലാ സിനിമകളും ചെയ്യുന്ന കാര്യം ക്യാരക്ടർ ലുക്ക് എപ്പോഴും ട്രൈ ചെയ്യും. ക്യാരക്ടറിന് വേണ്ടുന്ന ലുക്ക് എങ്ങനെയാണോ അതനുസരിച്ചൊന്ന് ഡയറക്ടറായിട്ട് ആരാണോ ഡയറക്ടർ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സ്ക്രീൻ പ്ലേ ആരാണോ എഴുതിയേക്കുന്നത് ഇവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒരു ക്യാരക്ടർ ലുക്ക് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ആ ലുക്കിലേക്ക് വന്നിട്ട് മിററിൽ നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ നമ്മളൊരു ഇതിലിപ്പോൾ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ ഫീല് വീണ്ടും നമ്മൾ ആദ്യം തന്നെ നമ്മളെ ഉറപ്പുവരുത്തി നമ്മളാദ്യം സ്വയം കൺവിൻസ്ഡ് ആവണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. പിന്നെ ഡയറക്ടറും സ്ക്രീൻ പ്ലേ റൈറ്ററായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളാണ് ഒരു ചെയ്യാറ്. ക്വസ്റ്റ്യനും കൂടി എനിക്ക് പേഴ്സണലി ഞാൻ സോറി ഒരു ക്വസ്റ്റ്യൻ കൂടി